ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീന റാസി. AR മെഹന്തി ആർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. AR മെഹന്തി ആർട്ടിലെ 5ാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇന്ന്. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് ഡിസൈൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മണ്ഡല ഡിസൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണ്ഡല ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ഡോട്ട്സ് ഇടുക, അത് കഴിഞ്ഞൊരു സർക്കിൾ ഇട്ട് കൊടുക്കുക അതിന് ചുറ്റിനും കേട്ടോ. എന്നിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. നമ്മൾ ചെറിയ ഹംസ് ഇല്ലേ അതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ ബിഗ് ആയിട്ടുള്ള ഹംസ് വരച്ചു കൊടുക്കുക. അത് ഫുള്ള് ഹംസ് വരച്ച് കവർ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് ചുറ്റിനും നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ ചെറിയൊരു ഹംസ് വീണ്ടും വരച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ഹംസും കൂടെ വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ച അതേ ഹംസ് തന്നെ വീണ്ടും വരച്ചു കൊടുക്കുക കേട്ടോ. വരച്ച് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ച് ഒരു ഡോട്ട്സ് ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? അതുപോലെ വരയ്ക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അത് ഫുള്ള് കവർ ചെയ്ത് തന്നെ വരയ്ക്കണം. നമ്മൾ കൈ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നല്ലപോലെ വരയ്ക്കാൻ കഴിയില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും. നിങ്ങളത് കയ്യിലൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. ഇടയ്ക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ കൂടെ ഇടയ്ക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അത് ഫുള്ളാവുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. ഇത് കവർ ചെയ്താൽ മാത്രമേ അതിൻ്റെതായ ഭംഗി അതിനകത്ത് വരത്തുള്ളൂ. നമ്മൾ സ്പേസ് അതിനകത്ത് വിടാൻ പാടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതുക്കെ വരച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഡിസൈൻ കേട്ടോ. അടുത്തൊരു സ്പൈറൽ വരച്ചാലോ? ഫസ്റ്റ് ഒരു ഡോട്ട്സ് കൊടുക്കുക, ഒരു സർക്കിൾ കൊടുക്കുക, എന്നിട്ട് ചെറിയൊരു സർക്കിളും കൂടെ അതിൻ്റെ ചുറ്റിനും കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഹംസ് വരച്ചു കൊടുക്കാം. സ്മോൾ സൈസ് ഹംസ് ആണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതിന് ചുറ്റിനും നമ്മൾ ഹംസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. വീണ്ടും ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഹംസും കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ. ബിഗ് ഹംസ് വരച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ സ്മോൾ ആയിട്ടുള്ളൊരു ഹംസും വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കാം. നമുക്ക് പക്ഷേ അത്രയ്ക്ക് വലുത് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ബിഗ് ആയിട്ടുള്ള ഹംസ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം നമ്മളത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചുറ്റിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിന് ചുറ്റിനുമായിട്ട് ഒരു സർക്കിൾ കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് അതിന് ചുറ്റിന് തട്ടാത്ത രീതിയിൽ അത് വരച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഹംസ് വരച്ചു കൊടുക്കുക. സ്മാൾ ഹംസാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്.
ഹംസ് വരച്ച് അവിടെ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. നമ്മൾ സാവധാനം വരയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമേ. നമ്മളിതിനകത്ത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കണേ. നമ്മൾ എത്രത്തോളം പതുക്കെ ആക്കുന്നുവോ അത്രത്തോളം അതിൻ്റേതായ ഭംഗി അതിനകത്ത് വരും കേട്ടോ. നമ്മൾ സ്പീഡിനൊക്കെ വെപ്രാളപ്പെട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് സർക്കിള് ക്ലിയർ ആയിട്ട് റൗണ്ട് ഷേപ്പിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയും വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. ജസ്റ്റ് നമ്മൾ ലീഫ് വരയ്ക്കുന്ന പോലെ കുറച്ച് അകലം വിട്ടിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം ലീഫ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ചുറ്റും നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയും കൂടെയാണ് കേട്ടോ ഞാൻ ഇത്ര സ്ലോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് അവിടെ വേണമെങ്കിൽ പല ലീഫുകളും വരച്ചിട്ട് നമുക്ക് വേറെ ഡിസൈനും ആക്കാം കേട്ടോ. ലീഫുകളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് പഠിക്കാം കേട്ടോ. പിന്നെ ആ ലീഫിനെ നമുക്കതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണേ. വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പേസ് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നില്ല അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലൊക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ രണ്ടാമത്തെ എല്ലാ ഡിസൈനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ മൂന്നാമത്തെ മണ്ഡല ഡിസൈനാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് സ്പൈറലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ സർക്കിളാണ് കൊടുത്തത്. ഇതിപ്പോൾ നമ്മൾ സ്പൈറലാണ് കൊടുത്തത്. എന്നിട്ട് ചെറിയ ഹംസ് വരച്ചു കൊടുക്കുക. നമുക്കൊരു ഹംസും കൂടെ അതിൻ്റെ മുകളിലോട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്പേസും ഇല്ല, നമുക്ക് പതുക്കെ വരച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ സ്പീഡിന് വരയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് വരാത്തത്, ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇനി ഹംസ് വരച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വരച്ച പോലൊരു ഹംസ് ഇതിനും വരച്ചു കൊടുക്കാം. ഹംസ് വരയ്ക്കാതെയും നമുക്ക് വേറെ ഏതെങ്കിലും മോഡൽ വെച്ചിട്ട് നമുക്കവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതങ്ങ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മളത് ഫുള്ള് ചുറ്റിനും നല്ല ക്ലിയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കയ്യിലൊക്കെ ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. അത് വരയ്ക്കാതിരിക്കരുത്, പിന്നെ നമ്മളങ്ങ് മറന്നു പോകും കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത സർക്കിളൊന്നും വരയ്ക്കുന്നില്ല, അല്ലാതെ തന്നെ ഹംസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്മോൾ സൈസ് ഹംസാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം ചെറുതാക്കുന്നുവോ അത്രത്തോളം ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ എത്രത്തോളം വലുതാക്കുമ്പോൾ അതിൻ്റെ ഭംഗി കുറഞ്ഞിരിക്കും. ഇത് ഞാൻ ഒരുപാട് ചെറുതാക്കിയിട്ടാണ് വരയ്ക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് സ്മോൾ ഹംസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ?
അപ്പം കൈ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഫിംഗറിലെ മെഹന്തി ഡിസൈനും കൂടെ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരും കേട്ടോ. നമ്മളിപ്പോൾ നേരെ ഇങ്ങനെ വരച്ച് നമുക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെറിയ ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ചുറ്റിനും വരയ്ക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഏതാ വരാതെ ഇരിക്കും കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതാണ്, നമ്മൾ പഠിച്ചതുമാണ് കേട്ടോ. പഠിച്ച ഹംസുകളും സ്പൈറലും അതൊക്കെയാണ് കൂടുതലും, ലീഫുകളും അതൊക്കെയാണ് പഠിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ നിങ്ങൾക്ക് അറിയാത്ത കുറേ ഡിസൈൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണോ അത് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ മണ്ഡല ഡിസൈൻ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് എന്താണ് സ്പൈറൽ പോലെ വരച്ചിട്ട് അതിനകത്ത് ഹംസ് വരച്ച് കൊടുക്കാം. ഇത് ഫുള്ള് നമുക്ക് സ്പൈറലും ഹംസും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും നല്ല പാടാണല്ലോ, എനിക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അതൊന്നുമില്ല, നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നിങ്ങളാണോ വരച്ചതെന്ന് വരെ നിങ്ങൾ ചിന്തിച്ച് പോവും. അത്രയ്ക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ മണ്ഡല ഡിസൈനിൽ കൂടുതലും സ്പേസ് ഇടാതിരിക്കുക കേട്ടോ. സ്പേസ് ഇടാതെ നമ്മൾ വരച്ചാൽ നമുക്ക് ഭംഗി ഉണ്ടാവും. അല്ല സ്പേസ് ഇടുവാണെങ്കിൽ അതിൻ്റെതായ ഭംഗി കുറച്ച് കുറയുകയും ചെയ്യും കേട്ടോ. ഇതിൽ ഫുള്ള് നമ്മൾ സ്പൈറലും ഹംസും ആണ് കേട്ടോ ഫുള്ള് വരച്ചു കൊടുക്കുന്നത്. ഇത് ഫുള്ളങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ചുറ്റിനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, അത് നമുക്കൊരു മണ്ഡല ഡിസൈൻ പോലെ കിടക്കും കേട്ടോ. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് ഫിംഗർ ഡിസൈനാണ് കേട്ടോ. ഫിംഗർ മെഹന്തി ഡിസൈനാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് മണ്ഡല ഡിസൈനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ. നമ്മൾ ലീഫ് വരച്ച പോലെ ഒരു ലീഫ് ഇങ്ങനെ നിൽക്കുന്ന പോലെ കൊടുക്കുക കേട്ടോ. സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ചുറ്റിനും പല ലീഫും അവിടെ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബേക്കിലോട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ചെറിയൊരു ലീഫ് പോലെ ആവും. വരച്ച് നോക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടു പോകരുത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ചിലർക്കൊന്നും വരയ്ക്കാൻ പറ്റാത്തൊരു ഡിസൈനാണ് ഇത്, ഈ ലീഫ് വരയ്ക്കുന്നൊരു. അത് ക്ലിയർ ആയിട്ട് വരണമെന്നില്ല കേട്ടോ. ഇത് വരച്ച് വരുമ്പോൾ അങ്ങ് ശരിയാവും. കയ്യിൽ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഷീറ്റിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്തത് നമുക്ക് ചെറിയൊരു സ്പൈറൽ വരച്ചിട്ട് അടുത്തൊരു പുറമേ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ സർക്കിളിൻ്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊരു ചെറിയ സർക്കിൾ മോഡൽ നമ്മൾ ഒരുപാട് പഠിച്ചായിരുന്നല്ലേ. റിങ് മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. റിങ് മോഡലൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. എന്നിട്ട് അതിന് ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഇട്ട് വരയ്ക്കുവാണെങ്കിൽ അതിന് ചുറ്റിനും നമ്മൾ ക്ലിയർ ആയിട്ടൊരു സർക്കിൾ കിട്ടും. എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ വര പോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനകത്ത്. എന്നിട്ട് ചുറ്റിനും നമ്മൾ വീണ്ടും ചെറിയൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ സ്പൈറൽ വരച്ചിട്ടാണ് ഒരു ഫ്ലവർ ഹംസ് വരച്ചത്.
ഇപ്പോൾ നമ്മൾ ചെറിയൊരു സർക്കിൾ വരച്ചിട്ടാണ് ഡോട്ട്സ് നന്നായിട്ട് കൊടുത്തിട്ട് ഒരു സർക്കിൾ കൊടുത്തു. അതിൻ്റെ ചുറ്റിനും നമ്മൾ ചെറിയ ഹംസും കൊടുത്തു. കാണുന്നുണ്ടല്ലോ അല്ലേ? അടുത്തായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് തന്നെ ഈ ഫ്ലവർ വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് ചെറിയൊരു ഫ്ലവറാണ്. നമ്മൾ സർക്കിള് പേരുകൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി സ്ലോയിൽ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ വരയ്ക്കുന്ന പോലെ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കുക അങ്ങനെ കേട്ടോ. നമ്മൾ നേരത്തെ ചെറിയ ലീഫ് പോലെ വരച്ചു. ഇപ്പോൾ നമ്മൾ ടിയർ ഡ്രോപ്സ് പോലെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ലീഫ് വരയ്ക്കാൻ നോക്കിയിരുന്നു, പക്ഷെ അതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ടിയർ ഡ്രോപ്സ് വരച്ചു കൊടുത്തത് കേട്ടോ. അടുത്ത് നമുക്കൊരു ലോട്ടസ് വരയ്ക്കാം. നമ്മൾ അന്ന് പഠിച്ചതുപോലെ ജസ്റ്റ് ഒന്ന് താഴേക്കായിട്ട് ലോട്ടസ് വരച്ചു കൊടുക്കുക. കൈയുടെ ബാക്ക് ഭാഗത്തൊക്കെ ഇടുന്നതാണ്. നല്ല ഭംഗിയാണ് ഇട്ടതിന് ശേഷം. നമുക്ക് ഫസ്റ്റ് ഒരു സർക്കിൾ പോലെ വരച്ചു കൊടുക്കാം അതിന് ചുറ്റിനും കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് സർക്കിൾ വരച്ചിട്ട് വേണമെങ്കിൽ അതിനകത്ത് ലോട്ടസ് വരയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ലോട്ടസ് വരച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നത് കേട്ടോ. സർക്കിൾ വരച്ചിട്ടാണ് ലോട്ടസ് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ലോട്ടസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ലോട്ടസ് വരച്ചിട്ട് സർക്കിൾ വരച്ചത് കേട്ടോ. ആ സർക്കിള് ബാക്കിയുള്ള ലോട്ടസ് അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വരച്ചും കുറിച്ചും വെച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. അത് നന്നായിട്ട് മെഹന്തി കൊടുത്ത് തന്നെ ക്ലിയർ ആക്കി കൊടുക്കണേ. നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കുറിച്ചൊക്കെ വെച്ചാൽ ചെറുതായിട്ട് നമുക്ക് അകം ഷീറ്റ് കാണാം. ഇപ്പോൾ ഞാൻ വരച്ച ഷീറ്റിൽ ചില ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കയ്യിലാവുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. മെഹന്തി നമ്മൾ ഈ ഉണങ്ങിയതിന് ശേഷം കഴുകി കളയുന്ന സമയത്ത് ആ കളർ അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കളർ ഉണ്ടായാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ലോട്ടസ് എടുത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ചുറ്റിനും സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് ഹംസ് വരച്ചു കൊടുക്കുക. നമ്മൾ നല്ല പതുക്കെ സ്ലോയിൽ ഹംസ് വരച്ചാലേ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. സമാധാനത്തോടെ വേണം നമുക്ക് മെഹന്തി ഇടാൻ. നല്ല സമാധാനം വേണം കേട്ടോ. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഹന്തി ഇടാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്പീഡിന് ഇട്ട് കാണിച്ചു തരുന്നത്. അതിൻ്റെ കുറവ് അതിനകത്തുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു ചെറിയൊരു ലീഫ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ലീഫ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അങ്ങനെ വരയ്ക്കുമ്പോൾ. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.